ഹായ് എവരിവൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. നിങ്ങളെപ്പോഴും നിങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണോ അതോ പോസിറ്റീവായിട്ടാണോ? നമുക്ക് നോക്കിയാലോ. നിങ്ങളെപ്പോഴും നിങ്ങളോട് ഞാനൊരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ അത്ര പോരാ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണോ ജീവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ നെഗറ്റീവിനെ തന്നെ അട്രാക്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു ജീവിതത്തെ തന്നെയാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സക്സസ്സിലേക്ക് എത്താൻ പറ്റൂ. 5 വർഷത്തിന് മുമ്പ് നമ്മൾ ചിന്തിച്ച അതേ കാര്യം, നമ്മുടെ പാസ്റ്റിൽ നമുക്ക് നടന്ന സംഭവങ്ങൾ ഇത് തന്നെ ആവർത്തിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? നമ്മുടെ ജീവിതം അതേ ആവർത്തനമായിട്ട് അതിൽ നിന്നൊരു മാറ്റമില്ലാതെ തുറന്നുകൊണ്ടേ പോകും. അപ്പോൾ നമ്മൾ ഓർക്കും, എന്തുകൊണ്ട് എനിക്ക് മാറ്റം വരാത്തത്? ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, വിജയിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തെല്ലാം രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മാറ്റം വരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാന ഉത്തരം എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ആ നെഗറ്റീവ് പാറ്റേൺ, ആ നെഗറ്റീവ് ചിന്ത, ഞാൻ എത്ര പോരാ എന്ന് നമ്മൾ ചിന്തിക്കും തോറും നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന അതേ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റായി വരും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും പ്രപഞ്ചത്തിലേക്ക് ഓരോ ചിന്തകളും കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഓരോ ചിന്തയും അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വില കുറച്ചൊരു വ്യക്തിയായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർ പോലും നമ്മളെ വില കൽപ്പിക്കില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട്, ഞാൻ നല്ല വ്യക്തിയാണ്, ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണ്, എന്നിലേക്ക് സക്സസ് വരുന്നു എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. അല്ലാതെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാതെ നമ്മൾ എത്രത്തോളം ലക്ഷ്യത്തിലേക്ക് എത്താൻ നോക്കിയാലും നമുക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പഴയ പ്രോഗ്രാംസുകൾ മാറണം. ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മുടെ നെഗറ്റീവ് ട്രോമാസ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം മാറാതെ നമുക്ക് പൂർണ്ണമായും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കില്ല. അത് നമ്മുടെ കുറ്റമല്ല. പക്ഷേ നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മൾ ജീവിച്ച ആ ഒരു ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടിയ നെഗറ്റീവുകളാണ് അതെല്ലാം. അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഒന്ന് സക്സസ്ഫുൾ ആക്കണം, നമ്മുടെ ജീവിതത്തിനെ ഒന്ന് സെറ്റാക്കണം. നമുക്ക് വേണ്ടി നമ്മളൊരു നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം എന്നുള്ളൊരു ഉറച്ച ചിന്ത നമ്മൾ വിചാരിക്കുക. ഒന്നിനും സമയമില്ല എന്നുള്ള നെട്ടോട്ടത്തിനിടയ്ക്ക്, ജീവിതത്തിലെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ കിടന്ന് ഓടുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കൂ, ഒരു മാറ്റം എനിക്ക് വേണ്ടേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇങ്ങനെയൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കൂ. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ തുടങ്ങുന്നത്, എനിക്ക് സക്സസ്ഫുൾ ആകണമെന്ന് നിങ്ങൾ എപ്പോഴാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ഇനിയും സമയമൊന്നും വൈകിട്ടില്ല. കാര്യം ഇതിനൊരു വയസ്സൊരു മാനദണ്ഡമല്ല. ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനായിട്ട് വയസ്സൊരു മാനദണ്ഡമേ ഇല്ല. ഞാൻ ഇത്ര വയസ്സായിപ്പോൾ എനിക്കിനി സക്സസ്ഫുൾ ആകാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെയും മുന്നിൽ നമ്മൾ നാണക്കേട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പ്രപഞ്ചം, അതായത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കടലിനെയും കാലിനെയും ഒക്കെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചമാണ്, ആ പ്രപഞ്ചത്തിൻ്റെ ആ ശക്തിയാണ് നമ്മളെയും സൃഷ്ടിച്ചത്. അത്രയും ശക്തിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുണ്ടാകുക. കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്ന ഒരുപാട് പ്രാക്ടീസുകളുണ്ട്. ആ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഞാൻ എത്രത്തോളം മാറി. പണ്ട് ആ നേരത്തെയുള്ള ഞാനല്ലല്ലോ, ഇന്നലകളിലെ ഞാനല്ലല്ലോ ഇന്നത്തെ ഞാനെന്ന്. അതുപോലെ നമുക്ക് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ അവസരങ്ങളെയും വിനിയോഗിക്കുക, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക. മറ്റുള്ളവർക്ക് നമ്മളെ ഉന്തിത്തള്ളി നമ്മളെ പ്രലോഭിപ്പിച്ച് ഒരു വിജയത്തിൽ എത്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ വിജയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവണം, നമുക്കുള്ളിൽ നിന്ന് തോന്നണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി ജീവിതം ഒരു സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫ് കോച്ചിങ് കോഴ്സ് എടുക്കാവുന്നതാണ്. ഒരു 11 days ലൈഫ് കോച്ചിങ് കോഴ്സ് മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. അതിൽ കോൺടാക്റ്റ് ചെയ്യുക. Thanks for watching.